ഹലോ, ഇന്ന് നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടത് 2 സവാള ചെറുതായി അരിഞ്ഞത്, അത് നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ ചെറിയ ഉള്ളി ചതച്ചതൊരു 10 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 തേങ്ങ ചിരകിയത്. ആദ്യം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിക്കാം. ചെറിയ ഉള്ളി ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആ പകുതി സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ചേർക്കാം. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് ചെറുതായി വെന്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കറി മസാല, ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നേരത്തെ ബാക്കി വെച്ച സവാള ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കണം. അതിനായിട്ട് നേരത്തെ എടുത്ത തേങ്ങ ഒന്ന് ജസ്റ്റ് മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കണം. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഞവടിയെടുക്കണം. ഇനി അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കറി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാം.